ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 13-ാം പ്രതി കുഞ്ഞനന്തന് ജാമ്യം നൽകണമെന്ന ആവശ്യവുമായി സർക്കാർ ഹൈക്കോടതിയിൽ. കുഞ്ഞനന്തൻ ഹൃദ്രോഗിയാണ്. ജയിലിൽ കൃത്യമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ലെന്നും കുഞ്ഞനന്തന് ചികിത്സ നൽകണമെന്നുമാണ് ഹൈക്കോടതിയിൽ സർക്കാർ ഇപ്പോൾ നിലപാടറിയിച്ചിരിക്കുന്നത്. കുഞ്ഞനന്തൻ നൽകിയ ഹർജിയിലാണ് സർക്കാർ നിലപാടറിയിച്ചിരിക്കുന്നത്. അതേസമയം കുഞ്ഞനന്തന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജയിലിൽ സുഖമായി കിടന്നുകൂടെയെന്നും കുഞ്ഞനന്തന്റെ ചികിത്സിക്കേണ്ട ബാധ്യത സർക്കാരിനുമാണെന്നും ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 13-ാം പ്രതി പി.കെ. കുഞ്ഞനന്തനെ പിന്തുണച്ച് സർക്കാർ ഹൈക്കോടതിയിൽ. കുഞ്ഞനന്തന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അടിയന്തര ചികിത്സ ആവശ്യമാണെന്നും കേസ് റദ്ദാക്കി ജാമ്യം അനുവദിക്കണമെന്നും കുഞ്ഞനന്തൻ നൽകിയ ഹർജിയിലാണ് സർക്കാർ നിലപാടറിയിച്ചത്. കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കുഞ്ഞനന്തൻ ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും ജയിലിൽ കൃത്യമായ ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും കുഞ്ഞനന്തൻ ഹർജിയിൽ പറയുന്നു. അതേസമയം കുഞ്ഞനന്തന് ജയിലിൽ സുഖമായി കിടന്നുകൂടെയെന്ന് കോടതി ആരാഞ്ഞു. കുഞ്ഞനന്തനെ പിന്തുണച്ച് സർക്കാർ നിലപാട് ഹൈക്കോടതിയിൽ അറിയിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. കുഞ്ഞനന്തന് നടക്കാൻ പോലും പറ്റില്ലെന്ന് അഭിഭാഷകൻ വാദിച്ചപ്പോഴായിരുന്നു കോടതിയുടെ പരിഹാസ രൂപേണ ഈ പ്രതികരണം. ജയിൽ പുള്ളികൾക്ക് രോഗം വന്നാൽ പരോളിന് പകരം ചികിത്സയാണ് നൽകേണ്ടതെന്നും തടവുകാരുടെ ചികിത്സ സർക്കാരിന്റെ ബാധ്യതയാണെന്നും ഹൈക്കോടതി നേരത്തെ വാക്കാൽ അഭിപ്രായപ്പെട്ടിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയും CPM നേതാവുമായ പി.കെ. കുഞ്ഞനന്തന് വഴിവിട്ട് പരോൾ അനുവദിക്കുന്നുവെന്നാരോപിച്ച് ടി.പിയുടെ ഭാര്യ കെ.കെ. രമ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകാനും ഹൈക്കോടതി നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.